രാമ 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 പാഹി മാം. കർക്കിടക മാസത്തെ രോഗങ്ങളെ പ്രതിരോധിക്കാൻ 3 വിധത്തിലാണ് ആയുർവേദ ചികിത്സ പ്രയോജനപ്പെടുക എന്ന് അമൃത സ്കൂൾ ഓഫ് ആയുർവേദ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർ ശ്രീജിത്ത് കർത്ത പറഞ്ഞു. രോഗപ്രതിരോധത്തിനും രോഗം മൂർച്ഛിക്കുന്നത് തടയുന്നതിനും വാർദ്ധക്യ രോഗങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കാനും ആയുർവേദ ചികിത്സയിലൂടെ കഴിയുമെന്നും അദ്ദേഹം പറയുന്നു. ഒരു ചികിത്സകൻ്റെ കാഴ്ചപ്പാടിലൂടെ കർക്കിടക ചികിത്സയെ വിലയിരുത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ആയുർവേദ ചികിത്സകൻ എന്നുള്ള നിലയിൽ കർക്കിടക ചികിത്സയ്ക്കായി എത്തുന്നവരെ നിരീക്ഷിക്കുമ്പോൾ 3 തരത്തിലുള്ള പോപ്പുലേഷൻ, 3 തരത്തിൽ നമ്മൾ പരിഗണിക്കേണ്ട ചില ഗ്രൂപ്പുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, രോഗം വരാതെ ചികിത്സിക്കുക, അതായത് രോഗപ്രതിരോധം എന്ന ആശയത്തിലൂന്നി ചികിത്സ ആഗ്രഹിക്കുന്നവർ. കാരണം കർക്കിടക മാസത്തിൽ ചികിത്സ ചെയ്താൽ പിന്നീടുള്ള ആ 1 കൊല്ലം രോഗങ്ങളൊന്നുമില്ലാതെ സ്വസ്ഥമായിട്ടിരിക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി കർക്കിടക ചികിത്സ ചെയ്യുന്നവരുണ്ട്. രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ, കർക്കിടകത്തിൻ്റെ ഒരു പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ. നമുക്ക് പനി, ചുമ, അതുപോലെ വാതരോഗങ്ങളുള്ളവർ, നടുവേദന, കഴുത്തുവേദന, മുട്ടുവേദന, ഇങ്ങനെയുള്ള നിരവധി വാതരോഗങ്ങളുള്ളവരുടെ രോഗങ്ങൾ വളരെയധികം മൂർച്ഛിക്കുന്ന ഒരു സമയമാണ് കർക്കിടക മാസം എന്ന് പറയുന്നത്. അപ്പോൾ കർക്കിടക മാസത്തിൽ മൂർച്ഛിക്കപ്പെടുന്ന രോഗാവസ്ഥയ്ക്ക് വേണ്ടി ചികിത്സ അന്വേഷിച്ചെത്തുന്ന ഒരു ഗ്രൂപ്പുണ്ട് കർക്കിടക ചികിത്സയിൽ. അപ്പം അങ്ങനെയുള്ള ആളുകൾ. മൂന്നാമത്തെ ഒരു വിഭാഗം വാർദ്ധക്യ സഹജമായ രോഗാതുരതയുള്ളവരാണ്. സത്യം പറഞ്ഞാൽ വൃദ്ധന്മാർ ഉൾപ്പെടുന്ന പോപ്പുലേഷനിൽ, വൃദ്ധന്മാർ ഉൾപ്പെടുന്ന വിഭാഗത്തിൽ ഈ 2 പേരെ നമുക്ക് കാണാൻ കഴിയും. അതായത് രോഗപ്രതിരോധമെന്ന ഉദ്ദേശത്തോടെ വരുന്നവരും നിലവിലുള്ള വാർദ്ധക്യജന്യമായ രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരും ഈ ഗ്രൂപ്പിലുണ്ടാകും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ചികിത്സകൻ എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ ഈ 3 വിഭാഗത്തിനും 3 തരത്തിലുള്ള സമീപനമാണ് നമ്മൾ എടുക്കേണ്ടത് എന്നുള്ളതാണ് വസ്തുത. ഇനി നമുക്ക് ഈ ഓരോ വിഭാഗത്തിലും പെട്ട ആളുകളുടെ പ്രത്യേകതകളും അവരിൽ എങ്ങനെ കർക്കിടക ചികിത്സ ആപ്ലിക്കബിൾ ആക്കാം, അല്ലെങ്കിൽ എങ്ങനെ കർക്കിടക ചികിത്സയുടെ സാധ്യതകളെ ഉപയോഗപ്പെടുത്താം എന്നതിനെക്കുറിച്ച് ഒന്ന് പരിശോധിക്കാം. ഇനി നമുക്ക് ആദ്യം പറഞ്ഞ വിഭാഗത്തെ പറ്റിയിട്ട് ചിന്തിക്കാം. രോഗപ്രതിരോധം എന്ന നിലയിൽ കർക്കിടക ചികിത്സ എടുക്കുന്നവർ, അവരെ സംബന്ധിച്ചിടത്തോളം ഈ 1 കൊല്ലം മുഴുവൻ കർക്കിടക ചികിത്സയ്ക്ക് ശേഷം രോഗങ്ങൾ വരാനുള്ള സാധ്യതകളെ കുറയ്ക്കുക എന്നാണ് അവരുടെ ലക്ഷ്യം. പൊതുവെ രോഗപ്രതിരോധ ശക്തി കുറഞ്ഞിരിക്കുന്ന ഈ സമയത്ത് പഞ്ചകർമ്മങ്ങൾ എന്ന് പറയുന്ന ആയുർവേദ ചികിത്സകൾ എടുക്കുക വളരെ അഭികാമ്യമാണ്. അതിൻ്റെ അകത്ത് അഭ്യംഗം വരുന്നുണ്ട്, മേലെണ്ണതേപ്പ് വരുന്നുണ്ട്, അതുകൂടാതെ സ്വേദനം, വിയർപ്പിക്കുക, ഇതെല്ലാം പഞ്ചകർമ്മങ്ങളുടെ പൂർവ്വകർമ്മങ്ങൾ എന്നുള്ള നിലയിലാണ് കരുതപ്പെടുന്നത്. ഈ സ്നേഹസ്വേദം അല്ലെങ്കിൽ എണ്ണതേപ്പും വിയർപ്പിക്കലും കഴിഞ്ഞതിന് ശേഷം നമുക്ക് വമനം, ഛർദ്ദിപ്പിച്ച് ഉള്ളിലുള്ള ദോഷങ്ങളെ പുറത്ത് കളയുക, അതുപോലെ വിരേചനം വഴി പർഗേഷൻ ഇൻഡ്യൂസ് ചെയ്ത് ഉള്ളിലുള്ള ദോഷങ്ങളെ പുറത്ത് കളയുക. പിന്നീട് വസ്തി എന്ന് പറയുന്ന ഒരു ചികിത്സാക്രമം, ഈ വസ്തി എന്ന് പറയുന്ന ചികിത്സാക്രമം സ്നേഹവസ്തി, കഷായവസ്തി, ഇങ്ങനെ 2ആയിട്ട് വിഭജിച്ചിട്ടുണ്ട്. സ്നേഹവസ്തിയിൽ നമ്മൾ ഓയിലുകളുടെ ഏനൽ റൂട്ട് വഴി നമ്മൾ ഔഷധങ്ങൾ പ്രയോഗിക്കുകയാണ് ചെയ്യുക. ഓയിലുകൾ ഉപയോഗിച്ചിട്ട് ധന്വന്തരം തൈലം അല്ലെങ്കിൽ വാതഹരമായിട്ടുള്ള മറ്റ് തൈലങ്ങൾ, പ്രഭഞ്ജനം, സഹചരാതി, ഇങ്ങനെയുള്ള ധാരാളം തൈലങ്ങളുണ്ട്. ഈ തൈലങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ വസ്തി ചെയ്യുക, സ്നേഹവസ്തി മുതലായ ക്രിയാക്രമണങ്ങൾ ചെയ്യുക. പിന്നീട് കഷായവസ്തി എന്ന് പറയുന്നത് ഏരണ്ടമൂലം, അതായത് ആവണക്കിൻ്റെ വേരുകൊണ്ട് വെച്ച കഷായങ്ങൾ ഏനൽ റൂട്ട് വഴിയുള്ള മെഡിക്കേഷന് ഉപയോഗിക്കുക. ഇങ്ങനെയുള്ള രീതികളാണ് വസ്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പഞ്ചകർമ്മങ്ങൾ ആണ് പ്രധാനമായും സ്വസ്ഥന്, അതായത് രോഗപ്രതിരോധ ശേഷി ആഗ്രഹിക്കുന്നവർക്ക് കർക്കിടകത്തിൽ ചെയ്യാനുള്ള ഒരു കാര്യം. രണ്ടാമത്തെ വിഭാഗം ആൾക്കാർ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, രോഗാവസ്ഥയിൽ ചികിത്സ തേടി വരുന്ന ആളുകളാണ്. കർക്കിടകത്തിൻ്റെ അവസ്ഥയിൽ വാതരോഗങ്ങൾ വളരെയധികം കൂടിയിരിക്കുന്നു നമ്മൾ കണ്ടു കഴിഞ്ഞു. മേലുവേദന, പ്രത്യേകിച്ച് നടുവേദന,
സയാറ്റിക്ക സിൻഡ്രോം എന്ന് പറയും. അതായത് സയാറ്റിക് നെർവിൻ്റെ കംപ്രഷൻ, നമ്മൾ ഡിസ്ക് പ്രൊലാപ്സ് കൊണ്ട് നടുവേദന വരുന്ന എല്ലാവർക്കും പരിചിതമാണ്. അങ്ങനെയുള്ള രോഗങ്ങൾ, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് കൊണ്ട് വരുന്ന മുട്ടുവേദന, അതുപോലുള്ള മറ്റുള്ള സന്ധികൾ. ഇനി നമുക്ക് രണ്ടാമത്തെ വിഭാഗം ആളുകളെ പറ്റി ചിന്തിക്കാം. ഈ രണ്ടാമത്തെ വിഭാഗം ആളുകൾ വരുന്നത് കർക്കിടകത്തിൽ പ്രത്യേകിച്ച് രോഗം മൂർച്ഛിച്ച ആളുകളാണ്. കർക്കിടകം എന്ന ഋതുവിൻ്റെ പ്രത്യേകത കൊണ്ട് വാതരോഗങ്ങൾ വല്ലാതെ കൂടുന്ന ഒരവസ്ഥ ഉണ്ടാകും. നമുക്കറിയാം, നടുവേദന, മുട്ടുവേദന, അതുപോലെ മറ്റുള്ള സന്ധികളിലെ വേദനകൾ, ഇതെല്ലാം ഉള്ള രോഗികൾക്ക് കർക്കിടക ഋതുവിൽ പ്രത്യേകിച്ചും ഈ രോഗങ്ങളെല്ലാം വളരെ കൂടുതലായ അവസ്ഥ അനുഭവപ്പെടുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള രോഗികൾ ചികിത്സയ്ക്കായിട്ട് കർക്കിടക ഋതുവിൽ പ്രത്യേകിച്ച് നമ്മളെ സമീപിക്കാറുണ്ട്. അങ്ങനെയുള്ളവരെ ചികിത്സിക്കുക എന്നുള്ളതാണ് ഈ കർക്കിടക ചികിത്സയുടെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അതുകൂടാതെ ശ്വസന വ്യവസ്ഥയെ സംബന്ധിച്ച് ധാരാളം രോഗങ്ങൾ കർക്കിടകത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആയുർവേദത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ഉദാഹരണത്തിന് ശ്വാസം മുട്ടുള്ള ആൾക്കാരെ പരിഗണിക്കുക. ശ്വാസം മുട്ടുള്ള ആൾക്കാരെ പരിഗണിക്കുമ്പോൾ മേഘാംബു ശീതപ്രാഗ്വാദേ ശ്ലേഷ്മളൈശ്ച വിവർദ്ധതേ എന്ന് പ്രത്യേകിച്ച് തമകശ്വാസം അല്ലെങ്കിൽ വലിവുള്ള ആൾക്കാർ, ഈ ശ്വാസം മുട്ട് വളരെയധികം ഉപദ്രവകരമായിട്ട് ഈ കർക്കിടക ഋതുവിൽ അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയുള്ള ശ്വാസരോഗികൾ, അതുപോലെ ചുമ, പനി തുടങ്ങിയ അനുബന്ധ രോഗങ്ങൾ, ജലദോഷം, ഇതെല്ലാം കർക്കിടകത്തിൽ ധാരാളമായിട്ട് എല്ലാവർക്കും കണ്ടുവരുന്ന രോഗങ്ങളാണ്. അതിനുള്ളൊരു പ്രധാന കാരണം നമ്മുടെ രോഗപ്രതിരോധ ശേഷി വല്ലാതെ കുറയുമ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് പെട്ടെന്ന് ഇതെല്ലാം പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ പ്രധാനമായിട്ടും കർക്കിടക ഋതുവിലെ ചികിത്സ വാതരോഗങ്ങൾക്കെതിരെയും ശ്വസന വ്യവസ്ഥയെ സംബന്ധിച്ച് ഉള്ള പ്രത്യേക ചികിത്സകളും, പനി, ചുമ, ജലദോഷം തുടങ്ങിയ ജലത്തിൻ്റെ ആധിക്യം കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ, കഫദോഷ സംബന്ധിയായിട്ടുള്ള രോഗങ്ങളും ആയിരിക്കും. നമുക്കൊരു കാര്യം പ്രത്യേകം നോക്കാം. ശ്വസന വ്യവസ്ഥയെ സംബന്ധിച്ച രോഗങ്ങൾ പിടിപെടാതിരിക്കാനും ജലദോഷം വരാതിരിക്കാനും നമ്മളുടെ ധാരാളം നാട്ടുവൈദ്യത്തിൻ്റെ ഭാഗമായിട്ട് ധാരാളം പ്രിപ്പറേഷൻസ് ഉണ്ട്. ഒരു പ്രിപ്പറേഷൻ ഞാൻ പറയാം, നമുക്കെല്ലാം വീടുകളിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്രിപ്പറേഷനാണ്. ചുക്ക്, കുരുമുളക്, അതുപോലെ തുളസിയുടെ ഇല, നമ്മളുടെ പേരയുടെ തളിരില, ഇതെല്ലാം ഇട്ടിട്ട് ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ച് നമ്മൾ ഈ കർക്കിടക ഋതുവിൽ കുടിക്കാൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത്രയും രോഗപ്രതിരോധ ശേഷി നൽകുന്ന ഒരു പാനീയം വേറെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇത് സ്ഥിരം ശീലിക്കുക, കർക്കിടക മാസത്തിൽ സ്ഥിരം ശീലിക്കുന്നത് വന്ന രോഗങ്ങളെ പ്രതിരോധിക്കാൻ മാത്രമല്ല, രോഗങ്ങൾ വരാതെ സൂക്ഷിക്കാനും, പ്രത്യേകിച്ച് ശ്വാസ സംബന്ധിയായിട്ടുള്ള രോഗങ്ങൾ വരാതെ സൂക്ഷിക്കാനും ഈ പ്രിപ്പറേഷൻ വളരെ ഗുണകരമായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ പനിയുള്ളവർക്ക് പ്രത്യേക ഉപചാരം, ഷഡംഗതോയം എന്ന് പറയുന്ന ഒരു പ്രിപ്പറേഷൻ അഷ്ടാംഗ ഹൃദയത്തിലും മറ്റും വളരെ പ്രാധാന്യത്തോടു കൂടി പറഞ്ഞിട്ടുണ്ട്. മുത്തങ്ങ, രാമച്ചം, അതുപോലെ ചന്ദനം, ഇതൊക്കെ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കർക്കിടക ഋതുവിൽ വരുന്ന പനിക്ക് വളരെ വിശേഷപ്പെട്ട, ലഘുവായി നമുക്ക് വീടുകളിൽ തന്നെ തയ്യാറാക്കാൻ കഴിയുന്ന പ്രിപ്പറേഷൻസാണ്. ഇതൊരു സാമാന്യമാണ്. അതുപോലെ സന്ധിവേദനകൾക്ക് പ്രത്യേകിച്ച് ആമവാദം ഒഴിച്ച് വളരെ ശ്രദ്ധിക്കുക. ആമവാദത്തിൽ ഒരിക്കലും നമ്മൾ ഓയിലുകൾ പുറമെ പുരട്ടരുത്. ആമവാദം ഒഴിച്ചുള്ള ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ സന്ധിഗതവാദം എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് പ്രത്യേകിച്ച് ചെയ്യേണ്ടത് തൈലങ്ങൾ പുരട്ടുന്നത് വളരെ വിശേഷമാണ് കർക്കിടക ഋതുവിൽ. അതിന് നമുക്ക് യുക്തി അനുസരണം ധന്വന്തരം തൈലം അല്ലെങ്കിൽ കൊട്ടൻചുക്കാതി തൈലം, ചിഞ്ചാതി തൈലം തുടങ്ങിയ തൈലങ്ങൾ ഉപയോഗിച്ച് സന്ധികളിൽ പ്രത്യേകിച്ചും അഭ്യംഗം ചെയ്യുക, പുറമേ പുരട്ടുക, മേൽ മുഴുവൻ തേച്ച് കുളിക്കുകയും ചെയ്യാം. ഇങ്ങനെയുള്ള ശീലങ്ങൾ കർക്കിടക ഋതുവിൽ പ്രത്യേകിച്ച് ആചരിക്കുന്നത് വളരെ വിശേഷപ്പെട്ടതാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ വിഭാഗത്തെ പറ്റി ചിന്തിക്കാം. അത് വാർദ്ധക്യത്തോടനുബന്ധിച്ച് ഉള്ള രോഗങ്ങൾ പിടിപെട്ടവരും, അതുപോലെ വൃദ്ധർക്കും രോഗങ്ങൾ വരാതെ സൂക്ഷിക്കുന്നതിൽ വളരെ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് കാഴ്ചപ്പാടിൽ വൃദ്ധന്മാരുടെ പ്രത്യേക ഉപചാരം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ജരാജന്യ രോഗങ്ങൾ, വാർദ്ധക്യാവസ്ഥയിൽ ഇന്ദ്രിയങ്ങളുടെ ബലം പൊതുവെ കുറഞ്ഞിരിക്കും. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ചും ചെവിയിൽ എണ്ണ നിർത്തുക, അല്ലെങ്കിൽ സർവാംഗ അഭ്യംഗം, മേല് മുഴുവൻ എണ്ണ തേക്കുക തുടങ്ങിയതെല്ലാം ശീലിക്കുന്നത് വളരെ ദിനേന ശീലിക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് കർക്കിടക ഋതുവിൽ വളരെ വിശേഷപ്പെട്ടതാണ്. പിന്നീടൊരു കാര്യം,
നമ്മളുടെ ബാല്യാവസ്ഥയിൽ കഫദോഷത്തിനും മധ്യമാവസ്ഥയിൽ പിത്തദോഷത്തിനും, അതായത് യുവാക്കളെന്ന് പറയുന്ന പ്രത്യേക വിഭാഗത്തിന് പൈത്തികമായിട്ടുള്ള അവസ്ഥയിലും വാർദ്ധക്യത്തിലേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് വാതദോഷത്തിനുമാണ് പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയാം, നമ്മൾ ഒരു 60 വയസ്സൊക്കെ കഴിയുമ്പോൾ കഫരോഗങ്ങളും പിത്തരോഗങ്ങളും വരാനുള്ള സാധ്യതയേക്കാൾ കൂടുതൽ വാതരോഗങ്ങൾ വരാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ പ്രത്യേകിച്ച് വാതരോഗങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പരിചരണമാണ് വാർദ്ധക്യാവസ്ഥയിൽ കൂടുതൽ വേണ്ടത്. ഇങ്ങനെയുള്ള സമഗ്രമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ കർക്കിടക ചികിത്സ ചെയ്താൽ സമൂഹത്തിനും വ്യക്തികൾക്കും വളരെ വലിയ ഒരു രോഗപ്രതിരോധ സംവിധാനവും രോഗചികിത്സാ സംവിധാനവുമാണ് ആയുർവേദ ചികിത്സ വിഭാവനം ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും.